ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനവും വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വരകവീശ്വരവും. അരണ്യകാണ്ഡം 47-ാമത്തെ സർഗം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ രാവണൻ ഒരു ബ്രാഹ്മണ സന്യാസിയുടെ വേഷം ധരിച്ച് സീത ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെന്ന് സീതയെ കുറെ പുകഴ്ത്തിയപ്പോൾ ആർക്കും സന്തോഷമാവുമല്ലോ. അതിഥി സൽക്കാരം ചെയ്യണം എന്ന് മനസ്സിലാക്കി സീത അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് അതിഥിക്ക് അഹിതമാണ്. അതുപോലെ തന്നെ സന്യാസിയായതുകൊണ്ട് ചിലപ്പോൾ കോപിച്ച് ശപിക്കും. അത് തൻ്റെ കുലത്തിനോ തൻ്റെ ഭർത്താവിനൊക്കെ ദോഷം ചെയ്താലോ എന്ന് കരുതി പരിചയപ്പെടുത്തി. ഞാൻ മിഥില രാജാവ് ജനകൻ്റെ മകളാണ്, രാമൻ്റെ മഹിഷിയാണ്. വിവാഹശേഷം 12 വർഷം നഗരജീവിതം നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. 13-ാമത്തെ വർഷത്തിലാണ് എൻ്റെ ഭർത്താവിനെ രാജാവാക്കാൻ പുറപ്പെട്ടപ്പോൾ ചെറിയമ്മ കൈകേയി അത് തടുത്ത് അവരുടെ ഒരു അധികാരം ഉപയോഗിച്ച് അവരുടെ മകനെ രാജാവാക്കാൻ വേണ്ടി മൂത്തമകനായിട്ടുള്ള എൻ്റെ ഭർത്താവിനെ പുറത്താക്കിയത്. അന്ന് എനിക്ക് 18 വയസ്സാണ്. ആ കൈകേയിയുടെ വരത്തിൻ്റെ കഥയൊക്കെ ചെറുതായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ഒപ്പം മഹാതേജസ്വിയായിട്ടുള്ള അനിയൻ ലക്ഷ്മണനുമുണ്ട്. എൻ്റെ ഭർത്താവ് രാമനാവട്ടെ വളരെ ദൃഢപ്രബന്ധനാണ്. ദദ്യാന്ന പ്രതിഗണ്യാൽ സത്യം പുരിയാന്ന ചാമൃതം. എല്ലാവർക്കും കൊടുക്കും, ഒന്നും മേടിക്കില്ല. സത്യം പുരിയ, സത്യം പറയും, നുണ പറയില്ല. ഏതൽ ബ്രാഹ്മണ അല്ലേ ബ്രാഹ്മണ ഏതൽ രാമസ്യ ഏതൽ ബ്രാഹ്മണ രാമസ്യ വ്രതം ധൃതമനുത്തമം. സാധാരണ കാണാത്ത അത്രയും ദൃഢമായ വ്രതം ഉള്ള ആളാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ഒരു കാര്യം, അങ്ങ് കുറച്ചു നേരം കൂടെ ഇരിക്കൂ, കുറച്ചേടെ വിശ്രമിക്കൂ. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് കാട്ടുകനികളൊക്കെ ആയിട്ട് വരും. എന്നിട്ട് പോയാൽ മതി, അങ്ങയുടെ പേര്, ഗോത്രം, കുലം ഒക്കെ ഒന്ന് പറഞ്ഞാലും എന്താണ് ഈ ദണ്ഡകവനത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള രാവണൻ പറഞ്ഞു, ത്രിലോകം മുഴുവൻ വിറപ്പിക്കുന്ന രക്ഷോഗണങ്ങളുടെ ഈശ്വരനായിട്ടുള്ള രാവണനാണ് ഞാൻ. നിന്നെ കണ്ട്, നിന്റെ സൗന്ദര്യം കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സൗന്ദര്യവതികളായ പലരെയും കൊണ്ട് റാണിമാരാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരോടൊന്നും താല്പര്യം തോന്നുന്നില്ല. നീ വന്നു കഴിഞ്ഞാൽ നിന്നെ മഹാറാണിയാക്കാം. ലങ്കയുടെ മുകളിലൊരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ കൊട്ടാരം. അവിടെ നമുക്കങ്ങനെ സഞ്ചരിക്കാം. ഈ വനസുഖം അവിടെയുണ്ട്. ആ വനമുണ്ട് അവിടെ. ആ വനത്തിൽ കൂടെയും സഞ്ചരിക്കാം. 5000-ഓളം ദാസിമാരെ നിനക്ക് ഞാൻ തരും. വരൂ, ഈ കാട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന എന്തിനാ? അപ്പോഴേക്കും സീതാദേവിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, 4 ശ്ലോകങ്ങളുടെ അവസാനം അഹം രാമം അനുവ്രത എന്നുള്ള ശ്ലോകങ്ങളാണ് 4 എല്ലാ ലക്ഷണങ്ങളോടുകൂടിയും വലിയ സത്യസന്ധനും ആയിരിക്കുന്ന രാമൻ ആണ്. ആ അഹം രാമം അനുവ്രത, ആ രാമനെ ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം. വലിയ മഹാഗിരി പോലെ അനങ്ങാത്തവനും മഹേന്ദ്ര സദൃശനുമാണ് എൻ്റെ പതി. അതുപോലെ തന്നെ കടലുമാരി മഹോദധിമി വാക്ഷോഭ്യം, കടൽ പോലെ ക്ഷോഭം വരാത്ത ആളാണ്. അങ്ങനെയുള്ള അഹം രാമം അനുവൃത, ആ രാമനെ രാമനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാബാഹു, മഹോരസ്കൻ, സിംഹം നടക്കുന്ന മാതിരിയുള്ള നടത്തമുള്ള ആ നൃസിംഹം, നരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാമനോട് ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം. പൂർണ്ണചന്ദ്രാനനം, ജിതേന്ദ്രിയം, പൃഥുകീർത്തിയും മഹാബാഹുമായിട്ടുള്ള അഹം രാമം അനുവൃത. നീ എന്ത് വിചാരിക്കുന്നു? നീ രാമനുമായിട്ട് നിന്നെ സന്തുലനം ചെയ്യാമെന്നു? രാമനുമായിട്ട് ഒട്ടും നമുക്ക് ചേരില്ല. എന്തായാലും
നീ ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ നീ സിംഹത്തിൻ്റെ പല്ല് എണ്ണാൻ പുറപ്പെടുന്ന മാതിരിയാണ്. നീ വെറും കുറുക്കനാണ്. നീ ഒരു സിംഹിയെ തട്ടിക്കൊണ്ടുപോകാൻ മെനക്കെടുകയാണ്. എന്നെ തൊടാൻ സാധിക്കില്ല. സൂര്യൻ്റെ രശ്മികൾ മാതിരി അത്രയും ശക്തമാണ് എൻ്റെ തേജസ്. അത് രാമനോട് കിട്ടിയതാണ്. ആ തേജസ്സിനെ തൊടാൻ നിനക്ക് സാധിക്കുകയില്ല. എന്താ സിംഹത്തിൻ്റെ പല്ലിന അല്ലെങ്കിൽ കാളകൂടം കഴിച്ച് അങ്ങനെ നടക്കാൻ ഉള്ള മട്ടാണ്. കാളകൂടം ഒരാൾ കഴിച്ചിട്ട് പിന്നെ വെറുതെ നടക്കാൻ പറ്റും അയാൾക്ക്? കണ്ണിൽ സൂചി കൊണ്ട് കളിക്കുകയാണോ നീ? കഴുത്തിൽ കല്ല് കെട്ടി കടല് കടക്കാൻ ശ്രമിക്കുകയാണ്. രാമപത്നിയോട് കളിക്കുന്നവൻ സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് അപഹരിക്കാൻ പുറപ്പെടുന്നവനെ പോരാണ്. കത്തുന്നതി തുണി കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന മാതിരിയാണ്. നീയും രാമനുമുള്ള അന്തരം. സിംഹമാണ് രാമൻ, നീ വെറും കുറുക്കൻ. മഹാസമുദ്രമാണ് രാമൻ, നീ വെറും ചെറു ചോല. രാമൻ അമൃതാണെങ്കിൽ നീ വെറും പുളിച്ച കാടിയാണ്. രാമൻ മയിലാണെങ്കിൽ നീ വെറും നീർക്കാക്കയാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേവിക്ക് കോപം കൊണ്ട് വന്നു. ആ വിറച്ച ശരീരം ക്ഷീണത്തിലായി, വിഷമത്തിലായി, ആകെ കാറ്റേറ്റ വാഴ മാതിരി ദേവി അങ്ങോട്ട് തളർന്നു. അപ്പോൾ രാവണൻ വിചാരിച്ചു, ഇങ്ങനെ പോലെ ഇനി ഭയപ്പെടുത്ത തന്നെ എന്ന് വിചാരിച്ച് അടുത്ത സർഗത്തിൽ ദേവിയെ ഭയപ്പെടുത്താൻ രാവണൻ ശ്രമിക്കുന്നു. നീലാംബുജശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ശ്രീരാമായ നമോ നമഃ.